ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പം നമ്മുടെ ഗാർഡൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. ഇവിടെ ഭയങ്കര ചൂടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ദേ മഴ പെയ്തതിന് സന്തോഷത്തിലാണ് ഞാനും എൻ്റെ ചെടികളും. അപ്പം നമുക്ക് എൻ്റെ ഫുൾ ഗാർഡൻ പച്ചക്കറികളും പൂക്കളുടെയും ഫുൾ ഗാർഡൻ കാണിക്കാം. ഇനി എനിക്ക് സമയമില്ല, നാട്ടിൽ പോകുന്നതുകൊണ്ട്. അപ്പം ഞാനിവിടെ പുറത്തുനിന്നേ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ദേ ഈ ഓരോ ചെടികളുടെയും ഭംഗി നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ പോകുമെന്ന് പറയുന്നു, നമ്മളറിയാതെ. ഓക്കെ, ഇപ്പം മഴയാണ്. ഞാനിപ്പോൾ ഡ്രൈവിങ് കഴിഞ്ഞിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 4 മണി ഞാൻ ഇങ്ങനെ വിത്തിട്ട് പാകി മുളപ്പിച്ചാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ജാസ്മിൻ കുരുവിൽ നിന്ന് എങ്ങനെ പാകാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. ജാസ്മിനാന്ന് പറഞ്ഞ് ഞാൻ വിഷ് എന്നുള്ള ചാനലിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞപ്പോഴത്തേന് പലരും കറക്റ്റ് ചെയ്തു, അത് അവരുദ്ദേശിക്കുന്ന നമ്മുടെ ജാസ്മിൻ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 4 മണി ചെടിയില്ലേ, 10 മണിയല്ല 4 മണി. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മനോഹരമായ വേറൊരു കളക്ഷനാണ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ തന്നെ എനിക്ക് പല കളറുകളുണ്ട്. ദേ റെഡ്, മഴ പെയ്യാൻ തുടങ്ങി പിന്നെ. അപ്പം ഞാൻ അതുകൊണ്ട് ജാക്കറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്, എനിക്ക് കുഴപ്പമില്ല. വീടിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കയറണം. അപ്പം നമ്മുടെ ഇത് ഡാലിയാണ്, പല കളറുള്ള നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് വേറെ, ഇത് മഞ്ഞയാണെന്ന് തോന്നുന്നു. ഇത് ദേ ഓറഞ്ച് വൈറ്റും കൂടെ കൂടിയത്, ഇത് ഓറഞ്ച് തന്നെ. പിന്നെ ഈ ചെടിയുടെ തന്നെ വേറൊരു കളറാണ്. പക്ഷേ ഈ വെരി ക്യൂട്ട് ഫ്ലവറാണ്. പക്ഷേ എന്തൊരു ഭംഗിയാണെന്നറിയാം ഇത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. എന്നാ പറയുന്നത് ഉണ്ടോ, നല്ല ഭംഗിയില്ല ഇത് കാണാൻ. അപ്പം ഞാൻ അതിൻ്റെ കൂടത്തിൽ ഓരോ ഫോട്ടോയും കൂടെ എടുക്കുവാണ്, അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഇത് തന്നെ, ഇത് നമ്മുടെ മഞ്ഞ ഡാലിയ. പിന്നെ ഇത് നമ്മുടെ സൺഫ്ലവർ ഞാനിവിടെ കുഴിച്ച്, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ കുഴിച്ച് വെച്ചത്, അതാണ്. അതും 10 മണിയൊക്കെ കൂടെ കുഴിച്ച് വെച്ച് ചെറുതായിട്ട് വളർച്ച ഭയങ്കര പതുക്കെയാണ്. ഇതാ ചെടി, അതിൻ്റെ തന്നെ ഇത് ഓറഞ്ച് കളറ്. അപ്പം ഞാനിപ്പോൾ കുറേ കളർ കാണിച്ചില്ലേ, ഇതാ 10 മണി തന്നെയാണ്. ഇത് ഫ്യൂഷ്യ എന്നാണ് എൻ്റെ പേര് തോന്നുന്നു. അപ്പം ഇതിനകത്ത് കുരു ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ. അപ്പോൾ കുരുവിൽ നിന്ന് നമുക്ക് കുഴിച്ച് വിത്തുകൾ പാകിയെടുക്കാം. കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, നല്ല പൈസയാണ് കേട്ടോ അതിന്. ഇത് വേറൊരു ചെടിയാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നല്ല ഭംഗിയാണത്. അതിങ്ങനെ ഉണങ്ങിപ്പോവും വിൻ്ററിൽ, പക്ഷേ എന്നിട്ടത് പൊങ്ങി വരും. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയണേ, ബൊഗൈൻവില്ലയാണ്. ഇതിൻ്റെ ബർത്ത്ഡേക്ക് ഇത് രജനി ചേച്ചി മേടിച്ചു തന്നതാണെന്ന് തോന്നുന്നു. ഇത് അത്ര പൂതുവരെ ഉണ്ടായിട്ടില്ല, കിളുത്തൊക്കെ വരാൻ സമയം എടുത്തല്ലോ. പിന്നെ ഇത് നമ്മുടെ ഡാലിയ എന്നല്ലേ, റെഡ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ ഈ ചെടിയൊക്കെ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചാണ് എൻ്റെ ബൊഗൈൻവില്ല. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിയുടെ വീടിനവിടെ നിറയെ ബൊഗൈൻവില്ലയായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് മുതലുള്ള ആഗ്രഹമാണ് കുറേ ബൊഗൈൻവില്ല മേടിക്കണം. ഇവിടെ ഭയങ്കര പൈസ, 15 പൗണ്ട് കേട്ടോ ഒരു ബൊഗൈൻവില്ലയുടെ വില. അപ്പം ഇത് അത്യാവശ്യം പൂവുണ്ടായി വരുന്നു. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള വേറൊരു ഡാലി. ഈ പൂവ് അങ്ങനെ ഞാൻ അധികം ആർക്കും കണ്ടിട്ടില്ല. പിന്നെ ഇതെനിക്ക് ഷൈനി ചേച്ചി എൻ്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ വർഷം മേടിച്ചു തന്ന ബൊഗൈൻവില്ലയാണ്. അത് പതുക്കെ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം മഴയാണ്, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. ഇപ്പം ഇവിടെ ഈ ചെടി നല്ല ക്യൂട്ട് ഫ്ലവറാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. പക്ഷേ എൻ്റെ പേരെന്ന് പറയുന്നത്, ഇതിനകത്ത് പല ചെടികൾ കുഴിച്ച് വെച്ചിട്ടുണ്ടേ. പിന്നെ ഇവിടെ എൻ്റെ ഒരു ചെമ്പരത്തീനെ ഇവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യോ അതിന് വെളിച്ചം വെട്ടമൊന്നും കിട്ടുന്നില്ല, പാവം. അതിങ്ങനെ വരും, എന്നാലും അത് കഷ്ടപ്പെട്ട് വളരുന്നുണ്ട്. ഈ ചെടിയുടെ പൂവെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് പറിച്ച് കഴിയുമ്പോൾ അതിന് നല്ല വെളിച്ചമൊക്കെ കിട്ടും, വെട്ടം വെളിച്ചമൊക്കെ. ഇത് അതിൻ്റെ ഒരു വെള്ളയാണ് ഞാൻ മുമ്പ് കാണിച്ചതിൻ്റെ. ഇതാ പർപ്പിള്. അപ്പം ഇതിങ്ങനെ കണ്ടോ, ഇത് വേറൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഭംഗിയില്ല കാണാനായിട്ടാ. ഇത് കണ്ടോ, അതിൻ്റെ തന്നെ എത്ര കളറുണ്ടെന്നറിയാം എനിക്ക്. അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു കളറ്, ഇത് വെള്ള ചുമലയും കൂടെ ഉള്ളത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ കുഞ്ഞരിപ്പൂക്കൾ, നല്ല ഭംഗിയുള്ള കുഞ്ഞരിപ്പൂക്കൾ. എൻ്റെ മൊബൈൽ മൊത്തം വെള്ളമായി, എന്നെ മൊബൈലെങ്ങാനും പോയെന്നെ ഒന്നാമത് ദൈവമേ. അപ്പോൾ ഇത് നല്ല ക്രിസാന്തോ അങ്ങനെയാണ് എൻ്റെ പേര്, നല്ല ഭംഗിയുണ്ട്. ഒരു ബന്ദിയുടെ കുരുമാണമുള്ള, ഇത് ചുമലയാണ്. പിന്നെ ഇതിൻ്റെ ഈ കളറ്. ഓക്കെ, അപ്പം എൻ്റെ വാർഡിലത്തെ ഒരു കൊച്ച് എന്നോട് ഇവിടുന്ന് കുറേ ചെടി, ഇത് നല്ല പൂക്കളുള്ള കേട്ടോ. ഇതിപ്പം ഭയങ്കര ചൂടായപ്പം ഇതെല്ലാം കരിഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് പതുക്കെ കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വേറൊരു, ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന എൻ്റെ കട്ട ചെമ്പരത്തിയാണ്. അതെൻ്റെ ഒറ്റ കളറുള്ള ചെമ്പരത്തിയാണ്. എൻ്റെ കളറാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ചെമ്പരത്തിയുടെ പൂക്കൾ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ഇത് വെള്ളയാണ് കണ്ടോ, വെള്ള കളർ ആണ്. പിന്നെ റോസ പൂക്കൾ എല്ലാം നിറച്ചുണ്ടായി നിൽക്കുന്നു.
പിന്നെ നമ്മളത് ജമന്തി സുന്ദരി കുട്ടിയായിട്ടിരിക്കണം. ഇതൊരു ക്യാബേജ് ഫ്ലവറാണ്. ഇത് നമ്മൾ നിറയെ പുഴു ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. അതപ്പോൾ അത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ എല്ലാ ചെടീനെ അറ്റാക്ക് ചെയ്യും. അതിവിടെ നമ്മളൊരു ബന്തി ഇട്ടേക്കുവാണ്. പിന്നെ എന്നാ പറഞ്ഞാൽ അവിടെയുള്ളതൊക്കെ ഞാൻ ഇറങ്ങി കാണിക്കാം. നല്ല മഴയായതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അതെ, അവിടെ ഇങ്ങനെ പല പല ചെടികളൊക്കെയാണ്. ഞാൻ അടുത്തടുത്ത് പോയിട്ട് ഓരോന്നിൻ്റെ ഭംഗി നിങ്ങളെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ റോസക്കുട്ടൻ, പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ വേറെ ഇതുണ്ടായി വന്നേക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഡാലിയ പോയത്, ഞാനിത് പിന്നെ ഇവിടെ കൊണ്ടുവച്ച് പറഞ്ഞ് പതുക്കെ ഇത് കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇത് വേറൊരു പൂവ്. പിന്നെ ഇത് നമ്മുടെ റോസബിൾ, ഇത് വെള്ളയായിരുന്നു കേട്ടോ, പൂവൊക്കെ പോയി, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളായിരിക്കും. ഇത് എന്നാ പറയുന്നത്, പർപ്പിൾ കളറാണ്. അങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് പോവുകയാണ്. ഞാൻ ദേ മൊത്തം മഴ നനഞ്ഞ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ ഈ വെള്ള, ഇത് കാട്ട് റോസ് പോലത്തെ വെള്ള പ്ലെയിൻ റോസാണത്. പിന്നെ ദേ നമ്മുടെ സൂപ്പർ താരം നമ്മുടെ മുല്ല. ഇത് ഞാൻ നാട്ടിൽ പോയപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തക്കടുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ച, എന്തായാലും പേര് മറന്നു പോയല്ലോ, ഈ കുട്ടികളൊക്കെ താമസിപ്പിക്കുന്ന ആ സ്ഥലമില്ലേ, സ്ഥലത്തിന് ഒരു ഭയങ്കര ഡിമെൻഷൻ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു അമ്മമ്മ തന്നതാണ്. അപ്പോൾ അതൊന്ന് എൻ്റെ മുല്ലയിൽ നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുല്ലയിൽ മുട്ടുണ്ടാകുന്നതിൻ്റെ രഹസ്യം ഞാൻ ഇട്ടിട്ടുണ്ട്, എന്താണെന്ന്, എങ്ങനെയാണ് ജോസ്മിൻ വളർത്തുന്നതെന്ന്. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തി, ഞാൻ നിങ്ങളെ ഓൾറെഡി ഒന്ന് കാണിച്ചു. ഇത് ഇവിടുന്ന് മേടിച്ച് UK ചെമ്പരത്തിയാണ് കേട്ടോ. അത് നിറച്ച് പൂവുണ്ട്. സാധാരണ ഓണത്തിൻ്റെ സമയത്താണ് വരുന്നത്. ഇനിമേ ഈ പ്രാവശ്യം അത് നേരത്തെ വെച്ചു, കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇവിടെയാണല്ലോ. ഓണം ആകുമ്പോഴത്തേന് ഇതെല്ലാം തീരും കേട്ടോ. അപ്പം നല്ല ചൂടുമായിരുന്നല്ലോ. എന്ത് ഭംഗിയാണെന്നറിയാം ഇതിന് പൂ കാണാനായിട്ട്. പിന്നെ ഞാൻ ഓൾറെഡി ബന്ദി കാണിച്ചു. പിന്നെ ദേ ഇതുണ്ട് നമ്മുടെ മനോഹരിയായ റോസ കണ്ടോ. പിന്നെ ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ ചെടി നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഞങ്ങൾ മേടിച്ചാണ്. ഇതിൻ്റെ തന്നെ സെയിമാണ് മേടിച്ച് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ തന്ന മുല്ലയിൽ നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കട്ട മുല്ലയാണ് കേട്ടോ. ഇത് കട്ട മുല്ലയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നമ്മുടെ പഴയ തുളസിയാണ്, അതങ്ങ് ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇത് കിളുത്ത് വരും എന്നുള്ള എൻ്റെ ശുഭപ്രതീക്ഷയാണ്. എല്ലാത്തിനും എനിക്ക് കിളുത്ത് വരും എന്നുള്ളത്. അപ്പം എല്ലാവരും പറഞ്ഞു, ചേച്ചിക്ക് എല്ലാം ഉണ്ടല്ലോ, പക്ഷെ തുളസിയില്ല. തുളസി എൻ്റെ വാറ്റി പോയിട്ടൊന്നുമില്ല, ഉണ്ടായി വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നിൽക്കും, ഇല്ലെങ്കിൽ ഇല്ല. നോക്കട്ടെ, വാട്ടി പോവുകയാണല്ലോ. പിന്നെ ഇവിടെയൊക്കെ തുളസിയും ചെമ്പരത്തിയും ഒക്കെ ആയിരുന്നു. അപ്പം ഇത് ഞങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അതിന് നിറച്ചൊരു ചുമല കളർ പൂവുണ്ടാവുന്നേ. ഇത് നമ്മുടെ ലാവൻഡറാണ്. പിന്നെ അതെ ഇങ്ങനെ വന്നാൽ നല്ല രസമില്ലേ പൂ കാണാൻ. അപ്പോൾ ഇന്ന് ഫുള്ള് ഗാർഡൻ, ഇനി എനിക്ക് സമയമില്ല. അപ്പം എനിക്കും ഇതിൻ്റെ ഭംഗിയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇതിങ്ങനെ കുറേ ചെടികൾ. പിന്നെ ഇവിടെ നമ്മുടെ സൺഫ്ലവറൊക്കെ ഉണ്ട്, സീനിയുണ്ട്. അത് മൊത്തം ലാവൻഡറാണ്. പിന്നെ ഇവിടെ നിറച്ച് ഇങ്ങനെ പൂക്കളുണ്ടാകുന്ന കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ 4 മണിയുണ്ട്, സൺഫ്ലവർ ഉണ്ട്, ഇല്ലാത്ത പൂക്കളൊന്നും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ സൺഫ്ലവറെ ഓൾറെഡി പൂവായി കാണിക്കാറുണ്ട്. സൺഫ്ലവർ മഴയത്ത് വാരിക്കുരഞ്ഞിരിക്കുന്നു. പിന്നെ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പൂവാട്ടോ, നിങ്ങളെ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ. നമുക്കിനി അകത്തേക്ക് പോകാൻ ഞാൻ മൊത്തം കാണിക്കാൻ പറഞ്ഞത്. ഇത് ഭയങ്കര മുള്ളിലാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. സ്പേസ് വെറുതെ കളയത്തില്ല. അപ്പോൾ നമ്മുടെ താമരയുടെ ബാക്കിയുള്ള കുറച്ച് വിത്തുകളെല്ലാം അവിടെ കിളുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ കേട്ടോ. അത് പിന്നെ നമ്മുടെ അലോവേര, ഇത് അടുക്കളപ്പം, ഇത് നിങ്ങൾക്കറിയാം. അപ്പം ഇത് ഷൈനി ചേച്ചി തന്നതാണ്. അപ്പം ഇത് നല്ല ചുമല പൂക്കളുണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയല്ലേ കണ്ടോ. ഇതിലൊക്കെ പല കളറിങ്ങനെ പൂവാണ്. പിന്നെ നമ്മുടെ ബാത്റൂമിന് ഇവിടെ അലോവേര. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു പൂവുണ്ടായിരുന്നല്ലോ അന്ന് എൻ്റെ എക്സാമിൻ്റെ സമയത്താണ്, ക്രിസ്മസിൻ്റെ സമയത്തെ. ഇതിങ്ങനെ നല്ല ഇതിങ്ങനെ കിളുത്ത് നല്ല ചുമല കളറിൽ പൂവുണ്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ മണിപ്ലാന്റ് കുഞ്ഞ് കയറി ഇങ്ങനെ പോയിട്ട് ഇതിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവിടെ നെല്ല് തൂക്കിയിട്ടേക്കണം. ഫൈനൽ ഇനിയുണ്ട് കുറച്ചും കൂടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. അത് ഫൈനലായിട്ടുള്ള ഇതിൽ ഞാൻ പിന്നെ പൂവുണ്ടായില്ല, കാരണം കൺസർവേറ്ററി കൊണ്ടുവച്ചു. എനിക്ക് സ്ഥലം മാറിയത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ചെടി ഞാൻ കൺസർവേറ്ററി വെച്ചേ, പക്ഷേ അതിന് ഭയങ്കര ചൂട്, അത് കാരണം അത് ഉണങ്ങിപ്പോവായിരുന്നു. ഇപ്പോൾ ഇവിടെയായിരുന്നപ്പോൾ ഇതിന് ഓക്കെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചെടി. അപ്പോൾ ഇവിടെ വന്ന് പിള്ളേരെ കളിച്ചപ്പോൾ ഇത് നല്ലൊരു കിളുന്തൊക്കെ ഉണ്ടായിരുന്നു, ഓർക്കിഡ്. അത് ഒടിഞ്ഞു പോയി. ഓക്കെ. പിന്നെ ഇവിടെ ഈ ചെടി ഞാൻ ഒടിച്ച് ഇങ്ങോട്ട് വെച്ചതാണ്, കാരണം ഇവിടെ ഒരു തുളസി വെച്ചപ്പോൾ അത് പിടിച്ചില്ല. അപ്പോൾ ഇത് വെച്ചപ്പോൾ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൂലയിൽ ഇവിടെ വേറൊരു ചെടിയുണ്ട്.
എന്നാ പറയുന്നത്, ഇവിടെ ഒരു ഇങ്ങനെ ചേമ്പിൻ്റെ ചെടി പോലത്തെ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങുവാണ് കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിക്കണം. ഇവിടെ വേറെ ചെടികളൊന്നും ഇല്ല. അപ്പം ഇങ്ങോട്ട് ഇവിടെ ഇരിക്കട്ടത് ഒരു ഭംഗിയായിട്ട്. അപ്പം അതിനോടത് മാച്ചാവുമല്ലോ ഇങ്ങനെ വെച്ചാലേ. ഇങ്ങനെ ഇരിക്കട്ടെ, അതാണ് ഭംഗി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മുടെ ഗാർഡനിലേക്ക് നമുക്കിപ്പോൾ തന്നെ പോകട്ടോ. ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്, അത് കാരണം. പിന്നെ ഇത് രാകേഷ് ചേട്ടൻ എൻ്റെ യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആപ്പ് മേടിച്ചു തന്ന ഒരു ചെടിയാണ് കേട്ടോ, മുഖത്തിലേക്ക്. പിന്നെ ഇത് സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോയാൽ ഇവിടെ നമുക്ക് കുറച്ച് ചെടിയുണ്ട്. ഇവിടെ 2 റോസ് വെച്ചിട്ട് അത് പോയി. അപ്പം ഇതിനകത്തേക്ക് ഇനി വേറെ വയ്ക്കണം. അതെ, ഇങ്ങനെ അതെ മണി പ്ലാന്റും അതും ഇതൊക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് ഇതിൻ്റെ ലുക്ക് ആഫ്റ്ററിങ് ഉള്ളിനി മോൻ്റെ മുറിയാണ്. അപ്പോൾ ഇവിടെ ഒരു അലോവീര നമുക്ക് ഗ്രീനറിയുടെ ഇത് വേണമല്ലോ, അത് കാരണമാണ് കേട്ടോ. പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്, അവൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്തതാണ് കേട്ടോ. ഐ എം നോട്ട് എ കുക്ക് ടുഡേ, ഈ ക്യാൻ ഇത് ലക്കി ബാമ്പുമാണ്. ഇത് ചൂട് കാരണം ഉണങ്ങിപ്പോയതേ. അലോവീര നമ്മുടെ ബാത്റൂമിനുള്ള അലോവീര. ഇനി കുറേ കമ്പ് മുടിക്കണം. നമ്മുടെ ഡൈനിങ് റൂം ഇവിടെ മൊത്തം മെസ്സപ്പാട്ടോ. നമ്മളുടെ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ തകർന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒറിജിനൽ ഫ്ലവർ, ഇത് രജനിശേഷി നമുക്ക് തന്ന കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് ശരിയാക്കണം, ഒന്നിനും സമയമില്ല. പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതാണെങ്കിൽ പോയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ചേച്ചിയുടെ പിന്നെ ഒരു കമ്പൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, പനിക്കൂർക്കേ. പിന്നെ നമ്മുടെ ഇത് എല്ലാ എൻ്റെ കുറേ ഇവിടെ അലോവേര ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ അലോവേര എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് പറിച്ച് കിട്ടും. പിന്നെ ഞാൻ ചേച്ചിയെ മേടിച്ച പനിക്കൂർക്കലുണ്ടായിരുന്ന കമ്പ് അതിങ്ങോട്ട് സെപ്പറേറ്റ് വെച്ചു. അപ്പം നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചിം അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. ഇത് അക്കുടു 1 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് കണ്ടോ. ഞാൻ എത്ര സ്ലിമ്മായിട്ടായിരുന്നേന്ന് നോക്കി. ആൾക്കാർ പറയും ഭയങ്കര വണ്ണം. ഞാൻ പ്രസവിച്ചപ്പോൾ പോലും ഞാൻ ഒട്ടും വണ്ണം വെച്ചിട്ടില്ല, എലുമ്പായിട്ടായിരുന്നേ. വേറെ ഫോട്ടോ കാണിക്കണേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഉള്ളൊരു ഫോട്ടോയാണിത്. മൈ ഗോഡ്, എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അങ്ങനെ കുറച്ച് പഴയ ചാമ്പോൻ്റെ കാലത്തെ ഒരു ഫോട്ടോയാണ്. പിന്നെ ഞാൻ വേറെ ഫോട്ടോ കാണിക്കാവേ. ഞാനും എൻ്റെ ആങ്ങളെയും അമ്മയും അമ്മയും കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോയാണിത് കേട്ടോ. നമ്മുടെ ഒരു ഓർമ്മയിലുള്ള എൻ്റെ ആങ്ങളയുടെ ഫോട്ടോ കണ്ടോ. പിന്നെ ഇത് തക്കുടിന് ഞങ്ങൾ കൊണ്ടുപോയപ്പം ഫസ്റ്റ് 1 വയസ്സുള്ളപ്പോൾ ചോറ് കൊടുത്ത ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട്, അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി തൊഴുതിട്ടില്ല. അങ്ങനെയുള്ള കുറേ ഫോട്ടോയാണ്. പിന്നെ ഇവിടെയൊക്കെ നോക്കിയാണ് തക്കടൂന് ഞങ്ങൾ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ. പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോയൊക്കെയാണ്. അപ്പോൾ ഗാർഡനിലേക്ക് പോകുന്നു. ഇപ്പം മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അത് കാരണം തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ ഫ്രണ്ടിൽ കാണിച്ചില്ല. എനിക്കൊരു പിങ്ക് കളറ്, പിന്നെ ഒരു റെഡ് ഉണ്ട്, ഇതൊരു ഓറഞ്ച് കളറ്. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ? ഉണ്ടോ? ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല ഭംഗിയാണ് അതിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കരിയാപ്പിൻ്റെ വളർച്ച നിങ്ങൾ കണ്ടോ. അപ്പോൾ ഇതായിട്ടോ നമ്മുടെ കരിയാപ്പ് ഇവിടം വരെ എത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കരിയാപ്പ് ഞാൻ കാണിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തോ ഉണ്ടായി വരുന്നുണ്ട്. ഞാനിവിടെ ചെല്ലിച്ചേട്ട നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന് കുറച്ച് കരിയാപ്പിലയുടെ കുരു കിട്ടാറ്, പക്ഷേ അത് കരിയാപ്പിലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. വേറെ എന്തൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളത് കാർഷിക മേളയ്ക്ക് പോയില്ല, അന്ന് മേടിച്ച ഒരു മുളകാണ് കേട്ടോ. പിന്നെ മേടിച്ചത് ഒരു ബന്ദി, എന്തോ പറയണ കോഴിവാലൻ, അതിവിടെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ബന്ദി, പിന്നെ എൻ്റെ ബൊഗൈൻവില്ല, 2 എണ്ണം കൺസർവേറ്ററിയുടെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ വെച്ചേക്കുക. പിന്നെ എന്നാ പറയുന്നേ, ഇങ്ങനെ അങ്ങ് പോയി ഇവിടെ ഇതുണ്ട്, ഇങ്ങനൊരു ചെടി പൂക്കളൊക്കെ. പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഓരോന്നും കുഴിച്ച് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മുടെ താമരേനെ ഇട്ടേക്കുന്നതാണ്. താമരേനെ ഞാൻ വളർത്തി, നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും മലയാളം വീഡിയോയിലും. താമര എങ്ങനെയാണ് കുഴിച്ച് വെക്കുന്നത്, എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കണമെന്നൊക്കെ അത് കണ്ടോളൂ, അതാണിത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ മതിൽ പണിതപ്പോഴത്തേനും ആ മതിൽ പണിയുന്ന ആൾക്കാർ ഇതിനകത്തുള്ള താമരയുടെ പാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് അവർ ഈ പാത്രം ഉപയോഗിച്ചു. എന്നിട്ട് എൻ്റെ താമര മൊത്തം പോയി. ഞാൻ പിന്നെ ആദ്യം മുതൽ ABCD തുടങ്ങും. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ്സ് വേണ്ടവർക്ക് ഞാൻ ഇംഗ്ലീഷിൽ നമ്മുടെ ചാനലിലേക്ക് അതിലിടുന്നുണ്ടേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇഞ്ചി കുറച്ച് ഇഞ്ചി വന്നായിരുന്നു, അത് എന്നോട് കുഴിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് കുറച്ച് ചെടികളൊക്കെ ഇവിടെ.
അപ്പം ഇത് നമ്മുടെ നിറയെ പൂവുള്ള ചെടി നിങ്ങൾക്കറിയാലോ, അത് തീർന്നേ. അപ്പം ദേ നമ്മുടെ ഒരു പുകയിൻ മുല്ല, പിന്നെ അതൊരു പുകയിൻ മുല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് ഇങ്ങനെ കറങ്ങി എവിടെ വരെ പോകണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാ പറയണേ, ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഇച്ചിരി ഒന്ന് കാണിച്ചാൽ ഇങ്ങനെ കുറേ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറേ റോസ ഉണ്ടായിരുന്നു. ഇവരുണ്ടല്ലോ, ഇവരിത് മൊത്തം വെട്ടി ജാസ്മീനും അവരുടെ അങ്ങോട്ട് ഇച്ചിരി പോവുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. ഇവരെ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നേരത്തെ കാര്യക്കാർ നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇവിടെയുള്ളവർ ഭയങ്കര പ്രശ്നമാണ്. നമ്മളുടെ തക്കാളിയാണ് നമ്മുടെ പാകിയത് കൊണ്ടൊക്കെ കുഴിച്ച് വെച്ചാണ്. അപ്പം അതേ നിറച്ച് മുട്ടയുടെ തൊണ്ടിട്ടിട്ടുണ്ട്, ഞങ്ങൾക്കറിയാമല്ലോ. അപ്പം മുട്ടയുടെ തൊണ്ടിട്ട് വെച്ചിട്ടങ്ങ് പോകണം. ഓക്കെ, നമ്മളിതെല്ലാം ഫ്യൂഷിയാണ് ഞാൻ പറഞ്ഞത് തന്നെ. ഇത് കണ്ടോ, ഇറ്റയിൽ നല്ല കായുണ്ട് കേട്ടോ, കായുണ്ട്. ഈ കാ വെച്ചാണ് നമുക്ക് അത് നമുക്ക് പാകിയെടുക്കാം. അപ്പം നമ്മുടെ ചാച്ചാ നെഹ്റുവിൻ്റെ ഇതാണ്. അപ്പോൾ ഇത് ഫ്യൂഷ്യ കണ്ടോ. ഞാനിതിൻ്റെ ഫോട്ടോ കൂടെ എടുത്തൊന്ന് നിങ്ങളെ കാണിച്ചേക്കാം. ഫ്യൂഷ്യ. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇത് ഫ്യൂഷ്യ തന്നെയാണ് ഇവിടെ മൊത്തം കുഴിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അത് പിന്നെ അടുത്ത വർഷം ഉണ്ടാകും. പിന്നെ ഇത് അതിൻ്റെ വേറൊരു കളറ് ഫ്യൂഷ്യ തന്നെയാണ്. ഓക്കെ, പിങ്ക്. പിന്നെ ഇത് അറിയാമല്ലോ, ഉരുളക്കിഴങ്ങാണിത് കേട്ടോ. ഉരുളക്കിഴങ്ങ്, മൊത്തം ഉരുളക്കിഴങ്ങ്. പിന്നെ ഇവിടെ കുറച്ച് ഒഴിച്ച് വെച്ചേക്കുന്ന ചെടികൾ. പിന്നെ ഇതൊരു വേറൊരു ചെടിയാണ്, പൂവുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് റോസ, നിറച്ച് പൂവുണ്ടായിരുന്നു. ഇത് കണ്ടോ, റോസ. പിന്നെ അവിടെ നിൽക്കണ ആ ചെടി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതല്ലേ. പിന്നെ ഇത് മൊത്തം ഇത് ഉരുളക്കിഴങ്ങ്. പിന്നെ ഇത് മൊത്തം പുതിനയുടെ എല്ലാം പൂവായി തുടങ്ങി. എനിക്കിതെല്ലാം ഇനി പറിച്ച് ഫ്രീസറിൽ കയറ്റി വെക്കണം. ഞാൻ നേരത്തെ ഇല നല്ല കാമ്പായിരുന്നപ്പോഴേ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. കൂടുമ്പോൾ എന്തൊരു നല്ല മണമെന്നറിയോ, മൈ ഗോഡ്. ഇത് നമ്മുടെ റോസപ്പൂ നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ഫ്ലൈസിനെ പിടിക്കാൻ ഇപ്രാവശ്യം പിന്നെ ഫ്ലൈസൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമുക്ക് വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ മനോഹരമായ വേറെ കുറേ റോസപ്പൂക്കളാണ് വേണ്ട. അപ്പോൾ അത് അവിടെ കാട്ടി കയറിയിരിപ്പുണ്ട് കണ്ടോ. അപ്പം എന്നാ പറയുന്നത്, അങ്ങനെ. പിന്നെ ഇത് ഞാൻ എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്, ഇത് ഞാനൊരു പൂവിന് ഇതായിട്ടായിരുന്നു എന്നാന്ന് ചോദിച്ചത്. അസ്പ്രാഗസ് അല്ലല്ലോ, എന്തുവാണിത്, മൈക്രോവേവ് മറന്നുപോയി. ഞാൻ പറയാം കേട്ടോ. അതിങ്ങനെ കുഞ്ഞിൻ്റെ ഒരു താമര പോലെ ഇരിക്കുന്ന ഒരു പച്ചക്കറിയാണ്. അതിൻ്റെ ഞാൻ ലേബലൊക്കെ ഞാനിവിടെ എഴുതി വെച്ചതാണ്. എൻ്റെ കെട്ടിയവൻ അവിടെ ഇവിടെ നിന്നൊക്കെ അത് ലേബൽ കളഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. ഞാനിങ്ങനെ നടുക്കും അതും വേറെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ലേബല്. ഇത് പാൻസെലക്സ്, ഇതല്ല വേറൊരു ലേബലാണ്. അത് അവിടെ എവിടെയെങ്കിലും കാണണം. പക്ഷേ എവിടെയാണ് എൻ്റെ കെട്ടിയ കൊണ്ട് വെച്ചേ എന്നറിയത്തില്ല. ഞാനിതെല്ലാം കുഴിച്ച് വെച്ചപ്പോൾ എല്ലാത്തിനും ഞാൻ പേരൊക്കെ ഇരിപ്പുണ്ട്. എന്നാന്നറിയാമോ, ആർട്ടിച്ചോക്ക് കണ്ടോ, ആർട്ടിച്ചോക്കാണേ. അപ്പം ഞാനിത് ആക്ച്വലി ഇത് പറിച്ച് കളയാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം പറിച്ച് കളയാനല്ല, ഇതെടുത്ത് കുഴിച്ച് വെച്ചാൽ തണ്ടായിരിക്കും കുഴിച്ച് വെക്കണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പം പൂ വിട്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇനി ഈ പൂവേന്നാണ് ഇത് ആർട്ടിച്ചോക്കായിട്ട് വരേണ്ടത്. പിന്നെ ഈ ഇല, മല്ലിയില പോലെ ഇരിക്കുന്ന ഈ ഇലയുണ്ടല്ലോ, അത് ഞാനത് കുഴിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചു. സെലറിയാക്കാട്ടോ ഇത്, സെലറിയാക്ക. പിന്നെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഇടയിൽ കയറി വന്നേക്കണം, നമ്മൾ കുഴിച്ച് വെച്ചതല്ല. പിന്നെ ഇതറിയാമല്ലോ, കെയിലുകൾ. പിന്നെന്താ, ഇത് ഉരുളക്കിഴങ്ങ്. അവിടെ കൂടെ എല്ലാം മേത്ത് കൂടെ എല്ലാം പ്രാണികളെല്ലാം കയറി വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞേ, ഇത് മൊത്തം നമ്മുടെ സ്ട്രോബെറീസ്, ഇങ്ങനെ പോകുന്ന സ്ട്രോബെറീസ് അങ്ങ് അറ്റം വരെ. എൻ്റെ ഇടയ്ക്ക് ചെടികളെല്ലാം ഉണ്ട്. നമ്മുടെ മത്തങ്ങ, ഇവിടെ ചീര, പിന്നെ എന്താ പറയുക, സ്പിനേജ്, ബീട്രൂട്ട് എല്ലാം ഉണ്ട്. മറ്റേ ചീര എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ ഇത്രയും ദിവസം ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ കർക്കിടകത്തിൻ്റെ ഇലയൊന്നും പറിച്ച് കുഴിച്ചോ കർക്കിടക്കഞ്ഞി ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ എന്നാ പറയുന്നത്, ഇത് നമ്മുടെ ചീരയെല്ലാം ഇത്രയും ചൂടായതുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര പൂവിട്ടു. ഇപ്പോൾ അതെല്ലാം അതിൻ്റെ എല്ലാം ഒടിച്ച് കളയണം. അപ്പോൾ അത് ക്യാരറ്റാണിത്. ക്യാരറ്റൊന്നും അത്രയും ആയിട്ടില്ല കേട്ടോ. അപ്പുറത്തെ തള്ള കിടന്ന് ഭയങ്കര ഒച്ച വെക്കുന്നതാണേ.
ഇത് നമ്മുടെ സൺഫ്ലവറാണ്. സൺഫ്ലവർ ഇത് നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ചീര. ഓക്കെ. അപ്പം ഞാനിപ്പം വേറൊരു കാര്യം, ഞാനിപ്പം ഇത് പറിക്കാൻ വേണ്ടി പോവാം. അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ കർക്കിടകത്തിൻ്റെ നോയമ്പായതുകൊണ്ട് നമ്മൾ കർക്കിടകത്തിൻ്റെ നോയമ്പല്ല ശബരിമല പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം പച്ചക്കറി. അപ്പം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ദേ പച്ചക്കറില്ല. അപ്പോൾ നമുക്കത് ഇന്ന് പറിക്കാം. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളുടെ ഒന്നിച്ചങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. കുറേ ഉരുളക്കിഴങ്ങ് അവിടെയുണ്ടേ, അതങ്ങ് പറിച്ചേക്കാവേ. എന്നാന്ന് പറഞ്ഞാലേ ഇത് കണ്ടോ, എന്നാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അവിയലിന് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. അവിയലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ അവിയൽ എൻ്റെ കൈ നിറച്ചും ഉണ്ടാവും. ഓക്കെ. എന്നാലും വേണ്ടിയല്ലോ അവിയലിന് ഒത്തിരി ഉരുളക്കിഴങ്ങ് വേണ്ട, എടുത്താൽ മതി അല്ലേ. തക്കാളി ഇത്ര ഉരുളക്കിഴങ്ങ് കുറച്ച്. അപ്പം ഞങ്ങളിനി ഉരുളക്കിഴങ്ങ് വരുന്നു. ഓക്കെ. സൺഫ്ലവർ, ചീര, ഇതേ പയറയിൽ നിറച്ച് പയറുണ്ടായിട്ടുണ്ട്. വേണ്ട ബീൻസ് എല്ലാം നിറച്ച് ബീൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തേ ചീര, പിന്നെ അതെ നമുക്ക് സ്ട്രോബെറി ആണേ. നമ്മുടെ ജയാൻറ്റ് മത്തങ്ങയാണ്. അതെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരെണ്ണം കീറിപ്പോയിട്ടുണ്ട്. ആളെ കാണിക്കാൻ കണ്ടോ. പിന്നെ അതെ എന്താ പറയുക, ഇവിടേക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഇന്നും പോയിട്ടില്ലായിരുന്നു, ഇപ്പോൾ അത് പോയെന്ന് തോന്നുന്നു. ഇവിടെ നെല്ലിക്ക ഒരെണ്ണം പോലും എനിക്ക് പറിക്കാൻ അങ്ങ് പറ്റിയില്ല. ഇപ്പം ഇന്ന് പറിക്കണതല്ല. ഇത് കണ്ട എല്ലാം ദീപ്പാണ് കാണാൻ മേലല്ലേ. പക്ഷികളെല്ലാം കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ വാഴക്കുട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പയർ, പിന്നെ ദേ തക്കാളികൾ എല്ലാം ഇങ്ങനെ ആയി വരുന്നു. ഇതെന്നാ സംഭവം എനിക്കില്ല. ആവശ്യം ഉണ്ടാക്കി വരുന്നു സാധനം. ഇത് കണ്ട പയർ കണ്ടോ, പയർ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണേ. ഓക്കെ. ഇതിങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ഇത് അതേ ചീനി വേറെ നമ്മൾ നട്ടേക്കുന്നതാണ്. ഇത് നമ്മൾ പാകിയതാട്ടോ, പാകി താമസിച്ച പാപ്പിളയിൽ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. മുന്തിരിങ്ങ വേണ്ട നിറച്ചും ആയിട്ടുണ്ട്. ഓക്കെ. മുന്തിരിങ്ങ നിറച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല ഒന്നാമത് മുഴുത്തൊക്കെ ആയി കഴിയുമ്പോഴേ നമ്മളിങ്ങോട്ടിനി വരത്തുള്ളൂ കേട്ടോ. അതെന്നാന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോവില്ലേ. അപ്പം ഇവിടെ 2 ടൈപ്പ് തക്കാളിയാണ്. ഇങ്ങനെ കൊല കുത്തി നിൽക്കുന്ന തക്കാളി, പ്ലസ് എന്നാ പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ ബീഫ് ടൊമാറ്റോ. ഇതിന് പറയുന്ന പേരാണ്. ഇതിൻ്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാവേ. എന്നാ മണമെന്നറിയേണ്ട ഇടയ്ക്ക്. മൈ ഗോഡ്. കണ്ടോ ബീഫ് ടൊമാറ്റോ. ഇങ്ങനെ കുറേ നമ്മുടെ ടൊമാറ്റോയ്ക്ക് അങ്ങനെ ഉരുണ്ടല്ലിക്കണം. ഇതൊരു ഈ ടൊമാറ്റോയാണ്, ബീഫ് ടൊമാറ്റോ. ഓക്കെ. പിന്നെ അവിടെ നിൽക്കുന്ന റാഡിഷ്, പിന്നെ ഇതെന്താ പറയുക സ്ട്രോബെറി, സ്പിനേജ്. അതെ അവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാമോ എനിക്കറിയില്ല. അവിടെ ഒരാൾ നിൽപ്പുണ്ട്, അതാണ് വഴുതനങ്ങ. ഞാൻ പറഞ്ഞില്ലേ വഴുതനങ്ങ ഭയങ്കര താമസമാണ് കിളുത്ത് വരാൻ. നിൽക്കുന്ന വഴുതനങ്ങയാണ് കേട്ടോ. അവിടെ 2-3 എണ്ണം ഉണ്ടേ. പിന്നെ അതെ ഈ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലോ, അത് റാഡിഷാട്ടോ. റാഡിഷ്, പിന്നെ റോസ, പിന്നെ എന്നാ പറയുക ഇവിടെ കുറച്ച് പയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതായിപ്പോയി. പിന്നെ അതെ ഒനിയൻ്റെ ഇത്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഉണ്ട്. ഇത് രാശം അത് നശിപ്പിച്ച് കളയും. ഇപ്പോൾ വെളുത്തുള്ളി മാത്രമേ സംഭവം, ഒനിയൻ മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ അതെ നമ്മുടെ മനോഹരമായ റോസപ്പൂക്കൾ. ഓക്കെ. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മയുണ്ടോ, അതൊക്കെ പോയി. പിന്നെ അതെ ഈ ചെടികൾ, റോസപ്പൂക്കൾ, അങ്ങനെ. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മത്തങ്ങയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെ അങ്ങ് പോയി ഇനി അവിടെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഇവിടെ അങ്ങനെ പോയി. ഇവിടെ ഡാലിയയും പിന്നെ ഇത് നമ്മളന്ന് കടയിൽ പോകുമ്പോൾ മേടിച്ച റോസ ഉണ്ട്, ഞാനിവിടെ കുഴിച്ച് എൻ്റെ ബർത്ത്ഡേക്ക് ആ സമയത്ത് അപ്പം മേടിച്ച കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകാം. ഇനി ഇവിടെ ചീര, ചീനി, ഇതങ്ങനെ സാധനങ്ങൾ. എൻ്റെ ബീറ്റ്റൂട്ട് ഇത് വെള്ളം ഒഴിക്കാതെ കളഞ്ഞു. പേര് ഞാൻ എങ്ങോട്ടാണ് പോണേ, എങ്ങോട്ടാണ് കാണുന്നത് ആർക്കറിയാം. പേര് ഉണ്ടായി വരുന്നതാണ്. ഇത് വലിയ പേരൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് നമ്മുടെ പയേഴ്സ്. ഇത് മൊത്തം കത്തിപ്പയർ. ഇങ്ങനെ പറിക്കാനേ പറ്റത്തുള്ളേ, പുറകെ അവിടെ നിന്ന് പോയി പറിക്കാൻ പറ്റുന്നില്ല. മൊത്തം കത്തിപ്പയറുകൾ കേട്ടോ.
ഇത് കണ്ടോ, അതെല്ലാം ഇനി പറിക്കാറ് എല്ലാം മൂത്തു. എനിക്കൊന്നും ഇതെല്ലാം അരിഞ്ഞു വെക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ പറിച്ച് ഫ്രീസറിലേക്ക് വെക്കാനേ പറ്റത്തുള്ളൂ. എല്ലാം കൂടെ പറിക്കാം. സമയമില്ല. ഒന്നാമത്തെ കാര്യം ഡ്യൂട്ടി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങും എല്ലാം കൂടെ ആയിട്ട്. ഇനിയിപ്പം ഷോപ്പിംഗ് എല്ലാം നിർത്തിയല്ലോ. എല്ലാം നിർത്തി എന്നല്ല, എല്ലാം തീർന്നു. നമ്മുടെ മല്ലിയില ഞാൻ എല്ലാം അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റി വെച്ചേക്കുവാ. ഇതാണ് നമ്മുടെ കുക്കുംബർ കേട്ടോ. ഇത് കുക്കുംബർ ഉണ്ടായേക്കുന്നതാണ്. കാണാമോ നിങ്ങൾക്ക്? എനിക്കറിയത്തില്ല കാണാമോ. കുക്കുംബർ കോർജറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തോരം കോർജറ്റാണെന്നറിയോ. ഇതൊക്കെ എന്നൊക്കെ ഇനി റെസിപ്പി ഞാനിത് കൊണ്ട് ഉണ്ടാക്കും എന്ന് എനിക്കറിയത്തില്ല. ഇനി ഉള്ള റെസിപ്പികളെല്ലാം ഞാനിപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. കാരണം അതുപോലെ കോർജറ്റ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കളയാൻ പറ്റുമോ? നമ്മൾ വെള്ളം ഒഴിക്കണ പാനിയോ തന്നെ ഓർത്താൽ തന്നെ നമുക്ക് ഇതൊന്നും കളയാൻ പറ്റില്ല. അത് ബേ ലീഫും റോസ്മേരിയും ഇത് നല്ല ചെടിയുടെ ഇതാണേ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇത് കുറച്ച് സാധനങ്ങൾ ഉള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളിതെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഗാർഡൻ. ഓക്കെ, അപ്പം ഞാൻ തിരിഞ്ഞു നോക്കട്ടെ ക്യാമറ. സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ ഇതെൻ്റെ ഫുൾ ഗാർഡൻ വീഡിയോ ആണ്. കുറച്ച് ലെന്തി ആയിരിക്കും. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫ്ലവർ ഗാർഡനും വെജിറ്റബിൾ ഗാർഡനും ഇൻഡോർ ഫ്ലവേഴ്സും എല്ലാം കൂടി ഉൾപ്പെടുത്തിയത് ആയതുകൊണ്ടാണ് ഇത്രയും ലെന്ത്. അപ്പം അതിനിഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് ഏത് പാർട്ടാണോ വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.